ഇതിങ്ങനെ ഊതിയായിരുന്നു ഞാൻ എടുത്തത്. ഇതിങ്ങനെ ഇട്ടപ്പോഴാണ് പുള്ളി പറഞ്ഞത് എടാ ഇതിങ്ങനെ ഇട്. അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരാനും ആൾക്കാരെ അറിയാനും കാരണം. എങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഇടാനായിട്ട് കാരണവും ഇതിലേക്ക് വരാനുള്ള കാരണം ഈ ഇക്കയാണ്, നൗഷാദിക്കയാണ്. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു ആണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പട്ടിമറ്റത്തിനടുത്ത് കുമ്മനോടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടോ, ദേവരാഗം എന്ന് പറയുന്നൊരു ഓട്ടോ. ഇതിൻ്റെ ഓണറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കഴിഞ്ഞ പ്രാവശ്യം അമൃത TV-യിൽ കോമഡി മാസ്റ്റേഴ്സിൽ സ്പെഷ്യൽ പെർഫോമറായിട്ട് വന്നിട്ടുണ്ടായി. ചൂളമടിച്ച് പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എന്നെ വിളിക്കുകയും ESP മീഡിയയിൽ വരണം എന്നൊരു ആഗ്രഹം പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബിനു അല്ലേ? എന്താ വിശേഷമൊക്കെ? നല്ല വിശേഷം. അങ്ങനെ ESP മീഡിയയിൽ വരണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. സാധാരണ ഞാൻ സർപ്രൈസ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്താറ്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞു ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് പ്രിപ്പയർഡ് ആവായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോ വന്നപ്പോ മുതൽ ചുമയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? എങ്ങനെയാണ് ഈ അമൃത മുഖൊക്കെ കടഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ചൂളമടിച്ച് പാട്ട് പാടും. എങ്ങനെയാണ് അമൃത TV-യിലേക്ക് എത്തുന്നത്? അമൃത TV-യിലേക്ക് എത്തണം, ഞാനിങ്ങനെ ക്രിസ്മസിന് ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് കാണുകയും അവരെന്നെ വിളിക്കുകയും ചെയ്തു, ചൂളമടിച്ചെന്റെ പാട്ട് പാടാനായിട്ട്. അപ്പൊ ഞാനത് പോയി കറക്റ്റായിട്ട് ചെയ്തു. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിക്ക് ഞാൻ അത് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ ആ പ്രോഗ്രാം കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കിഴക്കമ്പലം പുക്കാട്ടുപടി ഭാഗത്തൊക്കെ ഇങ്ങനെ ഫ്ലെക്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ വീട് അവിടെയാണ്. അപ്പൊ ഞാൻ അവിടെ താമസം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 വർഷത്തോളം ആയിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് അപ്പൊ ഇവിടെ പരിചയമായിട്ടൊക്കെ വന്നോളൂ. എനിക്ക് ഇവിടെ ഉള്ളവർക്കൊന്നും അധികം പരിചയമില്ല. എന്നാലും മറ്റേ ഒരു ഫ്ലെക്സ് ഇവിടെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ചെറുതായിട്ടൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ചൂളമടിച്ച് പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു ചൂളമടിച്ച് ഒരു നല്ലൊരു പാട്ടിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. അടിപൊളി. എന്താണെങ്കിലും ഇത് എങ്ങനെയാ കഴിവുണ്ടെന്ന് മനസ്സിലായത്? ഇത് മനസ്സിലായെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ പോലെ ഇങ്ങനെ കുതുവരുന്നു. പിന്നെ അച്ഛനിങ്ങനെ ചെറുതായിട്ട് വീട്ടിൽ പാടും. അപ്പൊ അച്ഛൻ പാടുമ്പോ ഞാൻ അതനുസരിച്ച് വിസിലടിച്ച് പാടും. വിസിലടിക്കുമ്പോ അച്ഛന് ഇഷ്ടമല്ല. അച്ഛന് പാട്ട് ഇങ്ങനെ പാട്ടായിട്ട് പാടണം. അപ്പൊ അച്ഛൻ പറയും എടാ നീ പാട്ടായിട്ട് പാടണമെന്ന് പറയും. അപ്പൊ ഞാനെന്നിട്ട് എന്നാലും വിസിലടിക്കും. പാട്ട് പാടുമായിരുന്നു. പക്ഷെ പാട്ട് പാടിയിട്ട് വലിയ പഞ്ചില്ലാത്ത ആണ് ഞാനന്ന് നിർത്തിയിട്ട് പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് ട്രാക്കിട്ട് പാടി അങ്ങനെ പഠിച്ച് ഇങ്ങനെ എടുത്തേക്കണാണ് ഇപ്പം. അത് കാരണം ഇപ്പം എനിക്ക് പാടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ അമൃത TV-ക്കാർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിച്ചും കൊണ്ട് പാട്ട് പാടുന്ന, ചിരിച്ചും കൊണ്ട് വിസിലടിച്ച് പാട്ട് പാടുന്ന ഒരു വ്യക്തി ആദ്യമായിട്ടാണ് കാണണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ മറ്റേ ഏറ്റവും കൂടുതലായിട്ട് അവർ ഇതായത് അങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊന്ന് മറ്റേ ഊതാൻ പറഞ്ഞു. അങ്ങനെ ഊതി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പിന്നെ പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാടി. അവിടെ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ അല്ലെങ്കിൽ എല്ലാവരും പ്രശംസിച്ച ഒരു പാട്ടുണ്ടാവുമല്ലോ, അതേതായിരിക്കും? നമ്മുടെ നെടുമുടിവൻ സാറിൻ്റെ അല്ലീളം പൂവ് എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും ആൾക്കാർ അറിഞ്ഞൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ആ പാട്ട് ഞാൻ 2 ലൈൻ വേണമെങ്കിൽ പാടാൻ.
ഈ പാട്ട് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട് ഉള്ള സപ്പോർട്ട് തന്നത്. അങ്ങനെയാണ് പാട്ട് പാടിയത്. ശരിക്കും ഓട്ടോ ഓടിക്കണ ഇതാണല്ലോ. എവിടെ കിടന്നാണ് ഞാൻ ഓടുന്നത്? പുക്കാട്ടൊടിക്കാണ് ഓട്ടോറിക്ഷ ഓടിക്കണേ. പുക്കാട്ടൊടി മെയിൻ സ്റ്റാൻഡിൽ. അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരന്മാരൊക്കെ ആണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ അവിടെ പിന്നെ ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൗഷാദ് ഖാൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് മാളയ്ക്ക് പഠിക്കുള്ള. അപ്പം ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോസ് എൻ്റെ മോൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എൻ്റെ മൊബൈൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ വെറുതെ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ മാറ്റി നോക്കണേൻ്റെ ഇതിനകത്ത് അത് പെട്ടെന്ന് വന്നപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ വെറുതെ. അപ്പം ഇക്കത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ ഇത് ഫേസ്ബുക്കിൽ ഇടറാ, എന്നാലും മറ്റേ ആൾക്കാർ അറിയുള്ളൂ, ആൾക്കാർ കാണറാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഇടാനായിട്ട് കാരണവും ഇതിലേക്ക് വരാനുള്ള കാരണം ഇക്കയാണ്. പിന്നെ ഞാൻ പിന്നെ എല്ലാവരും കണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടായി. എല്ലാവരും ഫേസ്ബുക്കിൽ അങ്ങനെ ട്രാക്ക് ഇട്ട് പാടിയിടാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പാടാറുണ്ടോ? ട്രാക്ക് ഇട്ട് അല്ല, അന്ന് ട്രാക്ക് ഇടൂലായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഇതിങ്ങനെ ഇതിങ്ങനെ ഊതിയായിരുന്നു ഞാൻ എടുത്തത്. ഇതിങ്ങനെ ഇട്ടപ്പോഴാണ് പുള്ളി പറഞ്ഞത്, എടാ ഇതിങ്ങനെ ഇട്. അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരാനും ആൾക്കാരെ അറിയാനും കാരണം എങ്ങനെയാണ് നൗഷാദിക്കാണ്. ആ ഇക്കോട് എനിക്ക് നന്ദി എപ്പോഴും ഉണ്ടാവും. ഈ അമൃത ടിവിയിൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം? അമൃത ടിവിയിൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും പിന്നെ എനിക്കും വലിയ സന്തോഷമായി, കുടുംബത്തിന് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കാനും കൂടുതൽ ആൾക്കാർ കണ്ടു. ആ കണ്ട എല്ലാവരും നല്ല കമൻസ് പറഞ്ഞ് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ലോ പാട്ട് മാത്രമാണോ ഇനി വല്ല അടിപൊളി പാട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അടിച്ചുപൊളി എന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഹവാ ഹവാ എന്നുള്ള പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടിലേയും പാടാം. അടിപൊളി. അപ്പോൾ ഇങ്ങനെ സ്റ്റേജിലും പെർഫോം ചെയ്യും? ആ സ്റ്റേജിൽ ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലും ഹോബീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെണ്ടമേള അറിയാം എനിക്ക്. ചെണ്ടമേളം ഞാനിപ്പോൾ മറ്റേ ട്രൂപ്പായിട്ട് നേരത്തെ അച്ഛനുള്ള പോലെ ഉള്ളതാണ്. പിന്നെ അച്ഛൻ്റെ മരണശേഷം പിന്നെ അത് സ്റ്റോപ്പായിട്ട് പിന്നെ മൊത്തം സ്റ്റോപ്പായിരുന്നു. പിന്നെ ഞാനിപ്പോൾ വീണ്ടും ദേവരാഗ നവാരവം എന്നും പറഞ്ഞിട്ടൊരു ടീമാക്കിയിട്ട് ഒരു ടീമിനെ പ്രോഗ്രാം ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇപ്പോൾ പരിപാടി 1-2 ഉണ്ട്. ഇപ്പം എനിക്ക് ഈ ഫ്യൂഷൻ ചെയ്യണത് സാധാരണ വയലിൻ ഓടക്കുള്ളിലൊക്കെയാണല്ലോ. അപ്പം ഞാൻ ഈ വിസിലിങ്ങിൽ ഒരു ഫ്യൂഷൻ ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇങ്ങനെ മാറിയിട്ട് ഞങ്ങളുടെ ടീമിലേക്ക് അത് പറഞ്ഞിട്ട് അതെല്ലാവരോടും കൂടി ഒന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനായിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല വേറെ ആയാലും ചെയ്തോണ്ടോ എനിക്കറിയാൻ പാടില്ല, ഇനിയിപ്പോൾ ഞങ്ങളുടെ ടീമായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ഫ്യൂഷനിലേക്ക് വന്നത് എന്ന് തോന്നണം എനിക്ക്. എന്തായാലും വരട്ടെ, നല്ല രീതിയിൽ തന്നെ നമുക്ക് നോക്കാം. താങ്ക് യു. എന്തായാലും അമൃത ടിവിയിൽ വന്നു, എല്ലാവരും അറിഞ്ഞു. ഒരു സമയത്ത് ഫേസ്ബുക്കിലേക്ക് ഒരു വീഡിയോ എടുത്തിട്ടു, എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു, അമൃത ടിവിയിൽ വിളിച്ചു. അങ്ങനെ ഇപ്പം എത്രയൊക്കെ എത്തിയില്ലേ. അപ്പം എന്തായാലും ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ പോകും. താങ്ക് യു. ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മ, വൈഫ്, 2 മക്കളുണ്ട്, അവരൊക്കെയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ മറ്റേ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, പാട്ടായിട്ട് നടക്കുന്നു, ചെണ്ടവളായിട്ട് കല. പിന്നെ ചെറുപ്പം മുതലുണ്ടോ ഉള്ളില്?
കലയുണ്ട്. അച്ഛൻ മേളത്തിൻ്റെ ആശാനാണ് അച്ഛൻ. ഞങ്ങളുടെ ടീമിൻ്റെ ആശാനായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛനായിട്ടുണ്ടാക്കിയ ആ മേളത്തിൻ്റെ ആ ഒരു സെറ്റ് ഞാനൊന്ന് പരിപോഷിപ്പിച്ചെടുത്ത് എൻ്റെ പേരും പിന്നെ നവാരവും കൂടി കൂട്ടിയിട്ട് അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഒരു ടീമായിട്ട് അങ്ങോട്ട് ചെണ്ടമേളമായിട്ട് പോകും. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. എന്താണെങ്കിലും വിളിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ ഇവരെ നമുക്ക് ESP മീഡിയയുടെ പ്രേക്ഷകരെയും കൂടി നമുക്കത് കാണിക്കാൻ പറ്റി. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പം ഞാനപ്പോൾ ഈ അമൃത TV പരിപാടി ചെയ്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ചാനൽ ഞാൻ മറ്റേ ഫേസ്ബുക്കിൽ കാണുകയും അപ്പോൾ അങ്ങനെ എനിക്ക് നമ്പർ കിട്ടുകയും അങ്ങനെയാണ് ഞാനൊരു മെസ്സേജ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹമുള്ള കാരണം കൊണ്ട് നിങ്ങൾ ഇവിടം വരെ എത്തുകയും എന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തരാനായിട്ട് താല്പര്യം കാണിച്ചതിൽ വളരെയേറെ നന്ദി. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ESP മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഏതെങ്കിലും രൂപത്തിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചതാണ് ബിനിച്ചേട്ടൻ അല്ലേ? അങ്ങനെ ബിനിച്ചേട്ടൻ്റെ വീട്ടിൽ നമ്മളെത്തി. ആ വിസിലടിച്ച ആ ചൂളമടിച്ച പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും രൂപത്തിൽ കഴിവുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ തേടി വരണ്ട, ഞാൻ നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. അപ്പോൾ ബിനിച്ചേട്ടൻ്റെ ഈ കഴിവ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു.